എല്ലാവർക്കും ബിഗ് ബോസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ ഈ 12ാം വാരത്തിലെ വോട്ടിംഗിൽ വമ്പൻ അട്ടിമറികളാണ് ഓരോ മണിക്കൂറിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് ചൊവ്വാഴ്ച രാത്രി 10:45 വരെയുള്ള ഒഫീഷ്യൽ ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് റിസൾട്ടാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസ് വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 12ാം ആഴ്ചയിലെ നോമിനേഷൻ 7 മത്സരാർത്ഥികളിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും അവസാന സ്ഥാനത്ത്, അതായത് എലിമിനേഷൻ ഭീഷണിയിലുള്ളത് സാബുമാനാണ്. കഴിഞ്ഞ മണിക്കൂറിലും സാബുമാന് വോട്ടിംഗിൽ കാര്യമായ ഒരു പിന്തുണ ലഭിച്ചിട്ടില്ല. അതോടെ 10,076 വോട്ടുകളാണ് സാബുമാന് ഇതുവരെ നേടാൻ കഴിഞ്ഞത്. തൊട്ടു പിന്നാലെ നെവിൻ 6ാം സ്ഥാനത്തേക്ക് ഒരു ചെറിയ മുന്നേറ്റവുമായി എത്തി. നെവിന് ഇതുവരെ നേടാൻ സാധിച്ചത് 10,455 വോട്ടുകളാണ്. മികച്ച പ്രേക്ഷക പിന്തുണയുള്ള നെവിൻ ഇങ്ങനെ പോയാൽ ടോപ്പ് 5-ൽ എത്തുമെന്ന് ഉറപ്പാണ്. തൊട്ടുമുകളിൽ 4ഉം 5ഉം സ്ഥാനങ്ങൾക്ക് വേണ്ടി കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. അതിൽ നേരത്തെ 2ാം സ്ഥാനത്തായിരുന്ന അനുമോൾ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ അക്ബർ വലിയൊരു മുന്നേറ്റവുമായി അനുവിന് പിന്നാലെ 5ാം സ്ഥാനത്ത് തുടരുകയാണ്. ഈ ഒരു മണിക്കൂറിൽ അക്ബറിന്റെ മാസ് കുതിപ്പ് അനുവിന് തിരിച്ചടിയാകുമോ എന്ന് നോക്കി തന്നെ കാണേണ്ടിവരും. എന്നിരുന്നാലും 14,475 വോട്ടുകളുമായി അക്ബർ 5ാം സ്ഥാനത്തും 15,899 വോട്ടുകളുമായി അനുമോൾ 4ാം സ്ഥാനത്തുമാണ് നിലകൊള്ളുന്നത്. അതിലും മുകളിലായി തന്റെ 3ാം സ്ഥാനം സുരക്ഷിതമാക്കിക്കൊണ്ട് ആര്യൻ ഇപ്പോഴും മുന്നേറുകയാണ്. ഈ ആഴ്ചത്തെ വോട്ടിംഗിലുടനീളം ആര്യൻ തന്റെ മികച്ച പ്രകടനത്തോടെ 16,145 വോട്ടുകളുമായി കുതിക്കുകയാണ്. മുൻനിരയിലായി ബിഗ് ബോസ് കണ്ട ഏറ്റവും വലിയ അട്ടിമറി നടത്തി നൂറ 4ാം സ്ഥാനത്ത് നിന്നും ടോപ്പ് 2-ലേക്ക് എത്തി. ടിക്കറ്റ് ഫിനാലെ ടാസ്കിലെ നൂറയുടെ കിടിലൻ പ്രകടനത്തിന്റെ പിൻബലത്തിൽ പ്രേക്ഷകർ കഴിഞ്ഞ മണിക്കൂറിൽ നൂറയ്ക്ക് വോട്ട് ചെയ്തതോടെയാണ് നൂറയുടെ ഈ മുന്നേറ്റം. 19,187 വോട്ടുകളുമായി പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് നൂറ ഇപ്പോൾ 2ാം സ്ഥാനം കൈക്കലാക്കി. എന്നാൽ ഏറ്റവും മുന്നിൽ ഈ സീസണിലെ രാജാവ് താൻ തന്നെ എന്ന് തെളിയിച്ചുകൊണ്ട് അനീഷ് 1ാം സ്ഥാനം അടക്കി ഭരിക്കുകയാണ്. 20,645 വോട്ടുകളുമായാണ് അനീഷ് ഈ മണിക്കൂറിലും കുതിക്കുന്നത്. ഓരോ മണിക്കൂറിലും അട്ടിമറികൾ നടക്കുന്നതുകൊണ്ട് തന്നെ ആരാകും ഇത്തവണ കപ്പുയർത്തുക എന്നത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ആദ്യ 4 സ്ഥാനക്കാർ തമ്മിൽ ഇപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം വരും മണിക്കൂറിൽ ഇതിൽ ആരൊക്കെ ഇതേ സ്ഥാനങ്ങളിൽ ഉണ്ടാകുമെന്നും ആരുടെയൊക്കെ സ്ഥാനങ്ങൾ മാറി മറിയുമെന്നും അറിയാനായി. അപ്പോൾ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും ആര് പുറത്താവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മാത്രമല്ല ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.